ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഭാഗ്യശാലികളാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ അനേകം അനുഭവങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ശരിയാണ്, നിരാശപ്പെടുത്തുന്നതായ ചില അനുഭവങ്ങളും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കണ്ടേക്കാം. നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിൽ ആനന്ദിപ്പാനുള്ളത് 1000 ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. നാം ഇപ്പോഴും നിരാശപ്പെടാനുള്ള 10 കാര്യങ്ങളിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാട്ടുകാരൻ പാടുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കാൻ ഇനി നമുക്ക് നേരമില്ല. കാരണം സ്തുതിക്കാൻ 1000 വകയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ശരിയാണ്, സങ്കടത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, വേദനകളുടെ അനുഭവങ്ങളുണ്ട്, കഷ്ടതയുണ്ട്, ദുരിതങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഒക്കെ ശരിയാണെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ എത്രയോ വകയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നാം ഈ കരയാനുള്ള, നിരാശപ്പെടുന്ന കാര്യങ്ങളിലേക്ക് മാത്രമേ നാം നോക്കുന്നുള്ളൂ. എന്നാൽ അതിലേക്ക് നാം നോട്ടം നിർത്തിയിട്ട് ദൈവം നമ്മെ നടത്തിയ വഴികൾ, ദൈവം നമ്മെ അനുഗ്രഹിച്ച വിധങ്ങൾ, ദൈവം നമ്മെ കൊണ്ടുവന്നതായ ഓരോ സാഹചര്യങ്ങൾ, ഇതെല്ലാം നാം യോഹന്നാൻ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്ലസ് പോയിന്റ് നാം കൗണ്ട് ചെയ്താൽ, ദൈവം നടത്തിയതായ ഓരോ വഴികളും നാം ചിന്തിച്ചാൽ നമ്മുടെ നിരാശയൊക്കെ പറന്നു പോകും. നാം അറിയാതെ ദൈവത്തെ ഹൃദയത്തിൽ സ്തുതിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ നിരാശാകരമായ സാഹചര്യങ്ങളെയെല്ലാം നാം മറന്ന് നമ്മെ അനുഗ്രഹിച്ച, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവവചനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കിക്കൊണ്ടിരിക്കാം. വെളിപ്പാട് പുസ്തകത്തിലെ 7 ഭാഗ്യവാന്മാരെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. അതിലൊരു ഭാഗ്യവാൻ, വെളിപ്പാട് പുസ്തകത്തിലെ 7 ഭാഗ്യവാന്മാർ. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ജീവനുള്ള ദൈവം അപ്പോസ്തലനായ യോഹന്നാന് ആത്മവിവശതയിൽ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ വെളിപ്പെടുത്തി കൊടുത്തതായ ചില വെളിപ്പാടുകളാണ്, ചില മർമ്മങ്ങളാണ്, ചില രഹസ്യങ്ങളാണ്. അതിൽ പല ഭാഗങ്ങളിലായി 7 ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു ഭാഗ്യവാനെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യവും 22-ാം അധ്യായം 7-ാമത്തെ വാക്യവും നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും, ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഇവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും അത് കേൾക്കുന്നവരും അവരും ഭാഗ്യവാന്മാരാണ്. അതിനെക്കുറിച്ച് മുമ്പ് നാം ഒരു അവസരത്തിൽ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 2-ാമത്തെ ഭാഗ്യവാനെ കുറിച്ചാണ് നാം വായിക്കുന്നത്. 22-ാം അധ്യായം 7-ാം വാക്യം കൂടെ വായിക്കാം. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. 2-ാമത്തെ ഭാഗ്യവാൻ ഇതാണ്, ദൈവവചനം പ്രമാണിക്കുന്നവർ, വചനം അനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. നാം എല്ലാം വചനം കേൾക്കുന്നവരാണ്, ധാരാളം കേൾക്കുന്നവരാണ്. നമ്മെപ്പോലെ വചനം കേട്ടവരാരെല്ലാം ഉണ്ട്. ജീവന്റെ വചനം, സത്യവചനം, പരിശുദ്ധാത്മാവിൻ്റെ വചനം, മായം ചേർക്കാത്തതായ തിരുവചനം കേട്ടതായ നമ്മെപ്പോലെ പ്രിയപ്പെട്ടവർ വേറെ ഏതൊരു ജാതിയുണ്ട്? നാം കൂടി വരുമ്പോഴൊക്കെയും എത്രയോ വർഷങ്ങളായിട്ട് ഈ കൂട്ടായ്മയിൽ നാം സത്യവചനം കേൾക്കുന്നു. എന്നാൽ ഈ കേൾക്കുന്നതായ വചനത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ടോ? ഈ വചനം ഞാൻ അനുസരിക്കാൻ അത്യുത്സാഹമുള്ളവനാണോ? ഈ വചനപ്രകാരം ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിച്ചിട്ടുണ്ടോ? ക്രമീകരിക്കാൻ ഞാൻ ഉത്സാഹിക്കുന്നുണ്ടോ? നാം ഏറെ കേട്ടവരാണ്, ഏറെ ലഭിച്ചവരാണ്. ദൈവത്തിന് വചനം പറയും, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 47-48 വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഏറെ ലഭിച്ചവനോട് ഏറെ ചോദിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 47-48 വാക്യം. യജമാനന്റെ ഇഷ്ടമറിഞ്ഞിട്ട് ഒരുങ്ങാതെയും. പ്രിയപ്പെട്ടവരെ, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞവരാണ് നാം. ജീവനുള്ള ദൈവത്തിന്റെ ഹിതം നാം കേട്ടവരാണ്, അറിഞ്ഞവരാണ്, ഗ്രഹിച്ചവരാണ്, നാം മനസ്സിലാക്കിയവരാണ്. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും
അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളുമെന്നാണ് ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, നാം അവന്റെ ഇഷ്ടം അറിഞ്ഞവരല്ലേ? എന്താണ് ദൈവത്തിന്റെ ഹിതം? എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്? ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം ഒരു ആത്മീയൻ ജീവിക്കേണ്ടത്? എന്താണ് ദൈവരാജ്യത്തിലേക്ക് പോകാനുള്ളതായ വഴി? ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത്? ഒരു കുടുംബജീവിതം എങ്ങനെ നയിക്കണം? ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ജോലിക്കാരൻ എങ്ങനെ ജോലി ചെയ്യണം? എല്ലാം വളരെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് വളരെ കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായിട്ട് നമുക്ക് പറഞ്ഞു തന്നല്ലേ പ്രിയപ്പെട്ടവരെ? എന്നാൽ ഈ കേട്ട വചനത്തിനനുസരിച്ച് എൻ്റെ ജീവിതം ഞാൻ ക്രമീകരിച്ചു. എങ്ങനെയാണ് ഒരു കുടുംബജീവിതം നയിക്കേണ്ടത്? ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം? ഒരു ആത്മീയനായ ഭർത്താവ് എങ്ങനെ ജീവിക്കണം? ഒരു ഭാര്യ എങ്ങനെ ഭർത്താവിനോട് ഇടപെടണം? ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം? ഒരു ദൈവ വേലക്കാരൻ എങ്ങനെയായിരിക്കണം? ഇതെല്ലാം ദൈവവചനത്തിൽ നിന്ന് മറപൊരുളില്ലാതെ കേട്ടവരാണ് ഞാനും നിങ്ങളും. എന്നാൽ ഈ വചനപ്രകാരം എൻ്റെ ജീവിതത്തെ ഞാൻ പരിശോധിക്കുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ ക്രമീകരിച്ചു. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്ന ദാസൻ ഏറെ അടികൊള്ളുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അടുത്ത ഭാഗം എന്താണ്? അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കുമെന്നാണ് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം. പ്രിയപ്പെട്ടവരെ, വളരെ ഭയത്തോടെയാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 7 വയസ്സ് മുതൽ ഈ കൂട്ടായ്മയിൽ വരുന്നതാണ്. വചനം മുടങ്ങാതെ ഞാൻ കേട്ടു. പക്ഷേ കേട്ടതിനനുസരിച്ച് ഞാൻ ഇതുവരെയും മാറിയില്ലല്ലോ എന്നുള്ള ആ ഹൃദയവേദനയോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഇപ്പോൾ വചനം കേൾക്കുമ്പോൾ കേട്ടതിനനുസരിച്ച്, ലഭിച്ചതിനനുസരിച്ച് ഞാൻ ഈ വചനം അനുസരിച്ചോ, വചനപ്രകാരം ഞാൻ ജീവിതം ക്രമീകരിച്ചോ? നാം ഓരോരുത്തരും ശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രിയപ്പെട്ടവർ, വചനം അനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. വചനം കേൾക്കുന്നത് ഭാഗ്യമാണ്, പക്ഷേ അതിലേറെ ഭാഗ്യമാണ് വചനം അനുസരിക്കാനുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവർക്കും പരിചിതമായൊരു വേദഭാഗമാണ്. അതിൽ 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനം അനുസരിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് മോശ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇത് വായിക്കണമെന്നില്ല. നാം വീട്ടിൽ ചെന്ന് സമയമുള്ളപ്പോൾ അത് വായിക്കുന്നത് നല്ലതാണ്. എന്നാൽ 15-ാം വാക്യം മുതൽ 68-ാം വാക്യം വരെ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം മോശയിൽ കൂടി പഴയ നിയമ ഇസ്രായേലിന് കൊടുത്തതായ കൽപ്പന, വചനം അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് വരുന്നതായ ദോഷം, നമുക്ക് വരുന്നതായ ശാപം, നമുക്ക് വരുന്നതായ കെടുതി. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ നിയമ വിശ്വാസികളായ നമുക്കും ദൈവവചനം നാം കേട്ടതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിന് ദോഷമാകാൻ സാധ്യതയുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം തീരുമാനം എടുക്കണം. കർത്താവേ, ഞാൻ ഏറെ കേട്ടവനാണ്, എനിക്കേറെ ലഭിച്ചതാണ്, ഏറെ അനുഗ്രഹങ്ങൾ നീ എനിക്ക് തന്നു. ഞാൻ ചോദിച്ചതിലും നനച്ചതിലും എല്ലാം അത്യന്തം പരമായി നീ എന്നെ അനുഗ്രഹിച്ചു. എന്നാൽ നീ എന്നെ അനുഗ്രഹിച്ചതിനൊത്തവണ്ണം, നീ എന്നെ ഉയർത്തിയതിനൊത്തവണ്ണം, നീ എന്നെ വളർത്തിയതിനൊത്തവണ്ണം ഞാൻ ഇതുവരെയും ഫലം കായ്ച്ചില്ലല്ലോ കർത്താവ്. എൻ്റെ പഴയ മനുഷ്യൻ മാറിയിട്ടില്ലല്ലോ, എൻ്റെ പഴയ സ്വഭാവം ഇതുവരെയും മരിച്ചിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്നും പഴയ സ്വഭാവങ്ങൾ പൊങ്ങി വരുന്നില്ലേ? എത്രയോ നാളായി നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. പഴയ കോപം ഇപ്പോഴും വരുന്നില്ലേ? പഴയ വാശിയും പഴയ ഇഷ്ടക്കുറവും പഴയ മുഷിച്ചിലും പഴയ നീരസവും പഴയ അനുസരണക്കേഴും പഴയ മത്സരവും പഴയ മറുതലിപ്പും എല്ലാം ഇപ്പോഴും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ പൊങ്ങി വരുന്നില്ലേ? നാം അതിനെല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ കരയാറുണ്ടോ? അനുദപിക്കാറുണ്ടോ? ശുദ്ധീകരണം പ്രാപിക്കാനുള്ള ഉത്സാഹം എങ്ങനെയുണ്ട്? യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22-23 വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ യാക്കോബ് പറയുകയാണ്, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും പ്രമാണിക്കുന്നവരായും അനുസരിക്കുന്നവരായും ഇരിപ്പിനെന്ന്. പ്രിയപ്പെട്ടവരെ, നാം ഒരു പ്രസംഗം കേട്ട് മുമ്പോട്ട് പോകാതെ നാം നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങളെല്ലാം ഈ വചനം കേൾക്കുമ്പോൾ എടുക്കണം.
കർത്താവേ, ഇത്രയും കാലം ഞാൻ വചനം കേട്ട് വിട്ടുകളഞ്ഞു. വചനം കേൾക്കുന്നത് എനിക്ക് സന്തോഷമായിരുന്നു. എന്നാൽ ഈ വചനപ്രകാരം ജീവിക്കണമെന്നുള്ള ഒരു നിർബന്ധം എനിക്ക് ഇതുവരെയും വന്നില്ല. ഈ വചനപ്രകാരം എൻ്റെ ജീവിതം ഞാൻ ഇതുവരെയും ക്രമീകരിച്ചില്ല. എന്നാൽ ഇന്ന് മുതൽ ഈ കേൾക്കുന്നതായ ദൈവവചനപ്രകാരം ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുകയും എന്നെ തന്നെ പരിശോധിക്കുകയും എന്നെ തന്നെ ഞാൻ തിരുത്തുകയും ചെയ്യുമെന്ന് നാം ഓരോരുത്തരും വചനം കേൾക്കുമ്പോൾ തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ യാക്കോബ് പറയുകയാണ്, വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീനെന്ന്. അടുത്ത വാക്യം എന്താണ്? ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഇതല്ലേ നമ്മുടെ പലരുടെയും അനുഭവം. വചനം കേൾക്കുന്നത് സന്തോഷമാണ്. മാത്രമല്ല, വചനം കേൾക്കുമ്പോൾ ഒരു കരച്ചിലും കണ്ണുനീരൊക്കെ വരും, ഒരു അനുതാപമൊക്കെ കിട്ടും, ശരിയാണല്ലോ എന്നൊക്കെ ചിന്ത വരും. പക്ഷേ ഈ വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നാം പിന്നെയും പഴയ മനുഷ്യരാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വചന കേൾവി പ്രയോജനം ഉണ്ടാവുകയില്ല. വചനം കേൾക്കുന്ന സന്തോഷമാണ്, കൂടി വരുന്ന സന്തോഷമാണ്, കൂട്ടായ്മ ആചരിക്കുന്ന സന്തോഷമാണ്, പാട്ട് പാടുന്നത് സന്തോഷകരം തന്നെയാണ്, വലിയൊരു ആനന്ദമാണ്. ആ ഒരു ചെറിയ സന്തോഷത്തിൽ നാം നിലനിന്ന് പോയാൽ പോരാ. മറിച്ച് കേൾക്കുന്നതായ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നമ്മെ തന്നെ പരിശോധിച്ച് ഇനി എനിക്ക് എവിടെയാണ് തിരുത്താനുള്ളത്. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ആ ബോധ്യത്തോടെയാണ് ഇരിക്കേണ്ടത്. കർത്താവേ, ഞാൻ എവിടെയാണ് ഇനി തിരുത്തേണ്ടത്? എവിടെയാണ് കർത്താവേ മറഞ്ഞിരിക്കുന്ന പാപം ഇനി എവിടെയാണുള്ളത്? എനിക്കറിയാവുന്ന ചില പാപ സ്വഭാവങ്ങളെല്ലാം എനിക്കുണ്ട് കർത്താവേ. അതെല്ലാം നിന്റെ പരിശുദ്ധാത്മാവിന് തീയിറങ്ങി എനിക്കൊന്ന് കത്തിച്ചു തരണമേ എന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ചില വിട്ടുമാറാത്ത ചില പാപ സ്വഭാവങ്ങളെല്ലാം നിങ്ങൾ അറിയാതെ മാറിപ്പോകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബാല്യപ്രായത്തിൽ ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നു. വചനം കേൾക്കുന്നത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഞാൻ ഇന്ന് രാവിലെയും ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ഓർത്തു, എൻ്റെ ചെറുപ്രായത്തിൽ, ബാല്യപ്രായത്തിൽ പണ്ടപ്പള്ളിയിൽ മാരാങ്കണ്ടത്തിലൊരു വല്യപ്പനുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ വെച്ച് എന്നും മിക്കവാറും മാസത്തിൽ ഒരു യോഗം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എന്നും വീട്ടിൽ നിന്ന് യോഗം തുടങ്ങുന്നതിന് മുമ്പേ ചെല്ലും, ഏറ്റവും മുമ്പിൽ പോയി ഇരിക്കും, പാട്ടുകൾ പാടും. പാട്ടുകൾ കേൾക്കുന്നതും പാടുന്നതും എനിക്ക് അന്നും ഇന്നും വലിയ സന്തോഷമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് മുതലാണ് ഞാൻ ഈ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ആത്മീയ ഗീതങ്ങൾ പാടാൻ പഠിച്ചത്. ഞാൻ എല്ലാം വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുകയാണ്. ഞാൻ യേശുക്രിസ്തുവിനെ സ്തുതിച്ച് പാടുവാൻ പഠിച്ചത് ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം. യേശുവേ എന്നൊന്ന് വിളിക്കാൻ ഞാൻ പഠിച്ചത് ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ്. എനിക്ക് സ്വന്തമായൊരു ബൈബിൾ ഉണ്ടായത് ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ്. ഈ വചനം വായിക്കണമെന്ന് എനിക്ക് ഹൃദയത്തിലൊരു ആഗ്രഹം ലഭിച്ചത് ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടും നന്ദിയോടും കൂടെ ഓർക്കുന്ന ഒരു ദൈവദാസനാണ് എത്രയും ബഹുമാനപ്പെട്ട പ്രൊഫസർ M.I. യോഹന്നാൻ സാർ. കാരണം ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ ഉത്തരവാദി വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറാണ്. പ്രിയപ്പെട്ടവർ, എന്താണെന്നറിയാമോ? ഒന്നുമില്ലാത്ത ഞാൻ, വെറും വട്ടപൂജ്യമായ ഞാൻ. പ്രിയപ്പെട്ടവരെ, ശാപഗ്രസ്തമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വന്ന് ദരിദ്രമായ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ വളർന്ന് ശാപയോഗ്യനായ ഞാൻ ഈ കൂട്ടായ്മയിൽ വന്ന് ദൈവത്തിന് വചനം കേട്ട് എൻ്റെ ഹൃദയം വികസിക്കാൻ തുടങ്ങി. എൻ്റെ 22-ാമത്തെ വയസ്സിൽ ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടക്കുകയായിരുന്നു. അതുവരെ എൻ്റെ ജീവിതം നിരാശപ്പെട്ടിരുന്നതായിരുന്നു. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാലം ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ, യേശുവിനെ എൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവന് വേണ്ടി എൻ്റെ ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ അവൻ എൻ്റെ ജീവിതം പുതുക്കി മെനഞ്ഞു തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കലും ഇതുപോലെ ദൈവത്തിൻ്റെ വചനം പറയുമെന്നോ യേശുക്രിസ്തുവിന് സാക്ഷിയായിട്ട് നിൽക്കുമെന്നോ ഒന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചതല്ല. അതിനുള്ളതായൊരു പാരമ്പര്യമൊന്നും എനിക്കില്ല. എന്നാൽ ഈ വലിയവനായ ദൈവം യുഗങ്ങൾക്ക് മുൻപേ എന്നെയും കണ്ടതുകൊണ്ട് അവൻ്റെ ഈ മഹത്വപരമായ വേലയോട് എന്നെയും അവൻ ചേർത്ത് നിർത്തി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഹന്നാൻ സാർ ഈ കൂട്ടായ്മയിൽ നിന്ന് അനേക സ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിനെ സാക്ഷിക്കുവാനും ദൈവത്തിൻ്റെ വചനം പറയുവാനുമുള്ള അവസരങ്ങൾ കർത്താവിൻ്റെ ദാസൻ എനിക്ക് തന്നു. മാത്രമല്ല, എനിക്ക് പ്രോത്സാഹനം തന്നു. മാത്രമല്ല, എനിക്ക് കറക്ഷൻസ് തന്നു, അനേക തിരുത്തലുകൾ തന്നു. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല, എന്നെ അനേക അവസരങ്ങളിൽ എന്നെ ഉത്സാഹിപ്പിച്ച് കർത്താവിൻ്റെ വേലയോട് കർത്താവിൻ്റെ ദാസൻ ചേർത്ത് നിർത്തി. അതുകൊണ്ടാണ് ഞാനിന്നിവിടെ ദൈവവചനമായി നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് പാരമ്പര്യങ്ങളൊന്നുമില്ല.
എൻ്റെ കുടുംബത്തിൽ സുവിശേഷകരോ അങ്ങനെയുള്ള ആത്മീയ പാരമ്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കൂട്ടായ്മയിൽ വന്ന് ദൈവത്തിന് വചനം കേട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതു മുതൽ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതം പുഷ്പിക്കാൻ തുടങ്ങി. ഞാനിന്ന് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുകയാണ് പ്രിയപ്പെട്ടവർ. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, രോഗങ്ങളുണ്ട്, അനേക കണ്ണുനീരിൻ്റെ വിഷയങ്ങളുണ്ട്. എന്നാൽ എനിക്ക് ഒരു ഉടയവനുണ്ട് എന്നുള്ളതായ ഒരു ഉറപ്പ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. എന്തെല്ലാം സംഭവിച്ചാലും എനിക്കൊരു അപ്പനുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. അവനെൻ്റെ കൂടെയുണ്ട്, അവനെൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്, അവൻ എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഈ 49 വർഷം വരെയുള്ള എൻ്റെ എളിയ ജീവിതത്തിൽ ഈ ജീവനുള്ള ക്രിസ്തു എന്നെ ഓരോരോ സമയങ്ങളിൽ, ഓരോരോ സാഹചര്യങ്ങളിൽ, ഓരോരോ കാലഘട്ടങ്ങളിൽ എനിക്ക് വേണ്ടുന്നതെല്ലാം തന്ന് എന്നെ ഇതുവരെയും കരം പിടിച്ച് നടത്തിയ ഒരു ജീവനുള്ള ക്രിസ്തുവിനെ ഞാൻ സാക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ക്രിസ്തു ജീവിക്കുന്നുണ്ട്. ആശ്രയിക്കാൻ കൊള്ളാകുന്ന, വിളിച്ചപേക്ഷിക്കാൻ കൊള്ളാകുന്ന, മുറുകെ പിടിക്കാൻ കൊള്ളാകുന്ന, പിൻപറ്റാൻ കൊള്ളാകുന്ന, സാക്ഷിക്കാൻ കൊള്ളാകുന്ന ഒരു നല്ലവനായ ക്രിസ്തു ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ പറഞ്ഞല്ലോ 22ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ 6-7 വയസ്സുള്ള കാലത്ത് ഈ കൂട്ടായ്മയിൽ വന്നു. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിന് മുൻപ് അന്നെൻ്റെ ജീവിതത്തിൽ ഒരു വേദനാജനകമായ ഒരു സാഹചര്യമുണ്ടായി. ഞാൻ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴാണ് ആ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10-12 വയസ്സോ പ്രായമുള്ള കാലത്ത് എൻ്റെ വീട്ടിൽ ഒരു 3-4 പശുക്കളുണ്ടായിരുന്നു. പശുക്കളുമായിട്ട് ഞാൻ കുറേ ദൂരം പോയി പശുക്കളെയെല്ലാം തീറ്റി സാധാരണ മടങ്ങി വരിക ഒരു പതിവായിരുന്നു സ്കൂളിൽ പഠിച്ചപ്പോഴല്ല. ഒരു ദിവസം ഞാനിതുപോലെ സ്കൂളെല്ലാം കഴിഞ്ഞ് വന്ന് ഒരു 4-4:30 ആയപ്പോൾ വീട്ടിലെ പശുക്കളെയുമായിട്ട് ഞാൻ പശുവിനെ തീറ്റാൻ പോയി. അന്നെല്ലാം പശുക്കൾക്ക് മേഞ്ഞ് നടക്കുവാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. പശുക്കൾ വിട്ടിട്ട് ഞാൻ കളിക്കാൻ പോകും. സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. പ്രിയപ്പെട്ടവരെ, അന്ന് കളിയെല്ലാം കഴിഞ്ഞ് കൂട്ടുകാരെ മൊത്തം സംസാരിച്ചൊക്കെ ഇരുന്ന് സമയം പോയതറിഞ്ഞില്ല. രാത്രി 8 മണിയായി. സമയം നല്ലതുപോലെ രാത്രിയായി. കൂടെ ഉണ്ടായിരുന്നവരും കൂട്ടുകാരും കൂടെ കളിച്ചവരെല്ലാം അവരവരുടെ വീടുകളിലേക്ക് പോയി. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പശുക്കളെ കാണാനില്ല. പശുക്കളില്ലാതെ ഞാൻ എങ്ങനെ വീട്ടിൽ ചെല്ലും? പശുക്കളില്ലാതെ എനിക്ക് വീട്ടിൽ ചെല്ലാൻ കഴിയില്ല. എന്നെ വീട്ടിൽ കയറ്റൂല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആരോട് ചോദിക്കും? കൂടിയൊന്ന് അന്വേഷിക്കാൻ ആരുമില്ല, ഒന്ന് കണ്ടെത്താൻ വെളിച്ചമില്ല. പ്രിയപ്പെട്ടവരെ, അന്നൊരു നിസ്സഹായ അവസ്ഥയിൽ ആ ഇരുട്ടിൻ്റെ മറവിലിരുന്നുകൊണ്ട് ഞാൻ വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. എൻ്റെ പശുക്കളെ കണ്ടുകിട്ടണം, എന്നെ ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ഞാൻ ഹൃദയം പൊട്ടി വിളിച്ചത് ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അന്നെന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നുമായിരിക്കാം. എന്നാൽ എൻ്റെ ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പശുക്കളെല്ലാം പുല്ലെല്ലാം തിന്ന് വയറ് നിറഞ്ഞ് എൻ്റെ അടുക്കിലേക്ക് ആ പശുക്കൾ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ പശുക്കളെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഒരുപക്ഷെ ഒരു നിസ്സാര കാര്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നിയത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ വേദനാ വിഷയങ്ങൾ നിങ്ങൾ യേശുവിനോട് പറയുക. നിങ്ങൾ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ. നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു സമർപ്പണമൊന്നും എടുത്തിട്ടുണ്ടായിരിക്കില്ല, ജീവിതത്തിൽ വലിയ അനുഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ യേശുവിനെ വിളിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ. കർത്താവേ, എൻ്റെ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കണമേ, നിന്റെ കരമൊന്ന് നീട്ടണമേ, നിന്റെ കരമൊന്ന് വെക്കണമേ. ഒരുപക്ഷെ രോഗികളായിട്ട് ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടാകാം. പ്രിയപ്പെട്ട സഹോദര, നീ ഒരുപക്ഷെ വൈദ്യശാസ്ത്രം നിന്നെ കൈവിട്ടതായിരിക്കാം. ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ അരികത്ത് വചനമാകുന്ന ക്രിസ്തു വന്നിട്ടുണ്ട് എന്ന് നീ വിശ്വസിച്ചുകൊണ്ട് നിന്റെ അരികത്ത് നിൽക്കുന്ന യേശുവിനോട് നീ പ്രാർത്ഥിക്കൂ. യേശുവേ, എന്നെ ഒന്ന് സഹായിക്കണമേ, എന്നെ ഒന്ന് സഹായിക്കണമേ കർത്താവേ. പ്രിയപ്പെട്ടവരെ, സഹായിക്കുന്നവനായൊരു ക്രിസ്തു ഉണ്ട്. നമ്മെ സഹായിക്കുന്നവനായൊരു ക്രിസ്തു ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മെ സ്നേഹിക്കുന്നവനായൊരു ക്രിസ്തു ഉണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനായൊരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിപ്പിച്ചു തരുന്ന ഒരു ജീവനുള്ള ക്രിസ്തുവുണ്ട്. നാം ഒരു ക്രിസ്തുവിൻ്റെ മുൻപിലാണ് വന്നിരിക്കുന്നത്. സർവശക്തനായ ദൈവം നമ്മുടെ അപേക്ഷകളും നമ്മുടെ ആവശ്യങ്ങളും അറിയുന്നവനായ ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രസംഗ രൂപേണ കേട്ടാൽ മതിയോ? നാം അത് വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചില അനുഭവങ്ങളെല്ലാം തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം എന്ത് തീരുമാനം എടുക്കുന്നു? ഈ കേൾക്കുന്നതായ വചനം ഞാൻ അനുസരിക്കും കർത്താവേ. ഈ വേദപുസ്തകം നാം വായിക്കുമ്പോൾ വചനം അനുസരിച്ചവരുമുണ്ട്, വചനം അനുസരിക്കാത്തവരുമുണ്ട്.
വചനം അനുസരിച്ചവർക്ക് അത് അനുഗ്രഹമായി, വചനം അനുസരിക്കാത്തവർക്ക് അത് ശാപമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം എന്താണ് ചിന്തിക്കുന്നത്? നാം എന്താണ് തീരുമാനമെടുക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ അത്രയെങ്കിലും ഒരു തീരുമാനം എടുക്കാമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. നാം ഇപ്പോൾ യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത്. എല്ലാം മറക്കാം പ്രിയപ്പെട്ടവരെ. നിരാശയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് മറക്കാം. യേശു ക്രിസ്തു നമ്മെ അനുഗ്രഹിച്ച വഴികളെല്ലാം നമുക്കൊന്ന് ഓർക്കാം. മരണത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചതായ രംഗങ്ങൾ നാം ഓർക്കുന്നില്ലേ? ഏതെല്ലാം വഴികൾ കൂടിയാണ് ദൈവം നമ്മെ ഇതുവരെയും കൊണ്ടുവന്നത്? ഏതെല്ലാം കടമ്പകൾ കടന്നാണ് നമ്മെ ഇതുവരെയും എത്തിയത്? മരണത്തിൽ നമ്മെ വിടുവിച്ചതായ അവൻ്റെ ആ വലിയ അത്ഭുതകരമായ ആ ഒരു സ്വർഗീയ കരുതൽ. ആത്മഹത്യ ചെയ്യാൻ ഇരുന്നവരുണ്ട്, എന്നാൽ അതിൽ നിന്ന് സ്വർഗത്തിൽ ദൈവം നമ്മെ വിടുവിച്ചില്ലേ? ഈ ലോകത്തിൽ ജീവിതം മതിയെന്ന് വിചാരിച്ചിരുന്നവർ, ജീവിക്കാൻ ഒരു പുതിയ പ്രതീക്ഷയും ആശയും തന്ന ഒരു ജീവനുള്ള ക്രിസ്തു ഇല്ലേ? ആ ക്രിസ്തു നമ്മുടെ അരികത്തുണ്ട് പ്രിയപ്പെട്ടവരെ. ബാക്കിയെല്ലാം നമുക്ക് മറക്കാം. യേശുവിൻ്റെ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവൻ, നമുക്ക് വേണ്ടി രക്തം ഊറ്റിത്തന്നവൻ, അവനിതാ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവൻ നമ്മുടെ അരികത്തുണ്ട്, അവൻ നമ്മുടെ ചാര നിൽക്കുന്നുണ്ട്, നിന്റെ തൊട്ടരികത്തുണ്ട്. മകനെ, നിന്റെ അരികത്തുണ്ടവൻ. നീ യേശുവിനെ വിളിക്കുക, നീ യേശുവിനോട് പ്രാർത്ഥിക്കുക, നിന്റെ ആവശ്യങ്ങൾ നീ യേശുവിനോട് പറയുക, നിന്റെ പരാജയങ്ങൾ നീ യേശുവിനെ അറിയിക്കുക. നിന്നെ സഹായിക്കാൻ ഒരുവനുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, നിന്നെ കരുതാൻ ഒരുവനുണ്ട്, നിന്നെ പാപം ക്ഷമിക്കുന്ന ഒരുവനുണ്ട്, നിന്നെ പാപം കഴുകി തരുന്ന യേശുവിന്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ കുരിശിന് ചുവട്ടിലാണ് നീ ഇരിക്കുന്നത്. മകനെ, നീ യേശുവിനെ വിളിക്കുക, യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. പുതിയ തീരുമാനങ്ങൾ എടുക്കുക. യേശുവോട് നിങ്ങൾ വാക്ക് പറയുക, യേശുവേ, ഇന്നു മുതൽ ഞാൻ യേശുവിന്റെ അടിമ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ തീരുമാനം വരുന്നുണ്ടോ? യേശുവേ, ഇന്നു മുതൽ ഞാൻ യേശുവിന്റെ ഒരു കാത് തുളച്ച അടിമ. മകനെ, നിന്റെ ഹൃദയത്തിൽ നീ പറയുക, നിന്റെ ഹൃദയത്തിൽ നീ നിർണയിക്കുക, നിന്റെ ഹൃദയത്തിൽ നീ ഏറ്റുപറയുക, യേശുവേ, ഇന്നു മുതൽ ഞാൻ യേശുവിന്റെ നിത്യ അടിമ. യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ ഞാനും പറന്നുയരും, ഞാനും എൻ്റെ യേശുവിനെ കാണും, ഞാനും എൻ്റെ പാദപീഠത്തിൽ വീഴും, ഞാനും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. നീ ഞങ്ങൾ കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനം അനുസരിച്ച് ആ സ്വർഗീയ തുറമുഖത്ത് എത്തിച്ചേരുവാൻ ഞങ്ങളെല്ലാവരെയും വിശുദ്ധീകരിച്ചൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.